നമസ്കാരം. തങ്ങളെക്കാൾ വലുതായ അത് ഏത് രാഷ്ട്രമായാലും പത്തിക്ക് അടികൊടുത്ത് അല്ലെങ്കിൽ കാലുവാരി തകർക്കുന്ന ഒരു സ്വഭാവം ട്രംപിനുണ്ട് അല്ലെങ്കിൽ അമേരിക്കയ്ക്കുണ്ട്. ഭാരതം അമേരിക്കയേക്കാൾ വലുതാകുന്നു എന്ന് കണ്ടപ്പോൾ ഭാരതത്തിന്റെ തലക്കിട്ട് കൊട്ടി ഭാരതത്തിന്റെ കാൽ കീഴിലാക്കുവാൻ ഒരു ശ്രമം നടത്തിയിരുന്നു ഇതേ ട്രംപും അമേരിക്കയും. തീരുവ യുദ്ധം പ്രഖ്യാപിച്ചാണ് ഭാരതത്തിനെതിരെ ട്രംപ് ആണെങ്കിലും അമേരിക്കയാണെങ്കിലും ഒരു യുദ്ധം പ്രഖ്യാപിച്ചത്. പക്ഷേ പഴയ ഭരണകൂടമല്ല ഭാരതത്തിൻ്റെത്. അതുകൊണ്ട് തന്നെ കൃത്യമായ മറുപടി ട്രംപിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് വെനിസ്വേലയും. വെനിസ്വേലയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള നിക്കോളാസ് മഡുറോയെ ഇതുപോലെ ലോക പോലീസ് എന്ന് അവർ തന്നെ കരുതി വെച്ചിരിക്കുന്നവരെ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി, അല്ലെങ്കിൽ വിലങ്ങ് ധരിപ്പിച്ച് ലോക രാഷ്ട്രങ്ങൾക്ക് മുന്നിലൂടെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമുണ്ട്. അതായത് നോർത്ത് കൊറിയയുടെ പ്രസിഡന്റായ കിം ജോങ് ഉൻ അമേരിക്കയ്ക്ക് ഒരു താക്കീത് അല്ലെങ്കിൽ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്. എന്റെ സുഹൃത്തിനെ അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരനെ നിങ്ങൾ മോചിപ്പിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ വിട്ടയക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ മറ്റൊരു ലോക മഹായുദ്ധത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്നൊരു താക്കീത് മുന്നറിയിപ്പ് കിം ജോങ് ഉൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, വെനിസ്വേലയുടെ പ്രസിഡന്റിനെ വിലങ്ങ് വച്ച് കൊണ്ടുവന്ന ട്രംപ്, അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രങ്ങൾക്ക് മേൽ അധിനിവേശം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ട്രംപ് എന്തുകൊണ്ട് കിം ജോങ് ഉന്നിനെ ഇതുപോലെ വിലങ്ങിടുവാൻ തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ നോർത്ത് കൊറിയയെ ആക്രമിക്കുവാൻ തയ്യാറാകുന്നില്ല എന്നൊരു കാര്യം. അതിന്റെ കൃത്യമായ ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ ട്രംപിന് ഭയമാണ്. കിം ജോങ് ഉന്നിനെ ഭയമാണെന്ന് പറഞ്ഞാലും തെറ്റില്ല. കാര്യം കിം ജോങ് ഉന്ന ഒരു ഒറ്റബുദ്ധിക്കാരനാണ്. എന്ത് തോന്നുന്നു അതങ്ങ് ചെയ്യും. ഇതാണ് കിം ജോങ് ഉന്നിന്റെ ഒരു പ്രകൃതം. അതുമാത്രമല്ല, നോർത്ത് കൊറിയയുടെ കയ്യിൽ ഒരു ഉഗ്രൻ ഐറ്റം ഇരിപ്പുണ്ട്. ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാലിസ്റ്റിക് മിസൈലാണ്. ഫോസ്വാൻ 20 എന്നാണ് അതിന്റെ പേര്. ഈ മിസൈലിനെയാണ് സത്യത്തിൽ അമേരിക്കയും ട്രംപും ഭയക്കുന്നത്. അതായത് ആണവ വാർഹെഡുകളുള്ള ഒരു ബാലിസ്റ്റിക് മിസൈൽ, ഒന്നിലധികം ആണവ വാർഹെഡുകളുള്ള ഒരു ബാലിസ്റ്റിക് മിസൈലാണ് ഈ പറഞ്ഞ ഫോസ്വാൻ 20 എന്ന് പറയുന്നത്. അത് തന്നെയാണ് നോർത്ത് കൊറിയയുടെ ഏറ്റവും വലിയ ബലം. നിലവിലെ ഏറ്റവും വലിയ ഒരു ബാലിസ്റ്റിക് മിസൈലുകളുടെ കൂട്ടത്തിൽ ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു ഐറ്റം തന്നെയാണ് നോർത്ത് കൊറിയയുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് നോർത്ത് കൊറിയക്കെതിരെയോ കിം ജോങ് ഉന്നിനെതിരെയോ ഒരക്ഷരം ഉരിയാടുവാൻ ട്രംപോ അമേരിക്കയോ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒറ്റബുദ്ധിക്കാരനായ കിം ജോങ് ഒരു പക്ഷേ ഈ ബാലിസ്റ്റിക് മിസൈൽ എടുത്തങ്ങ് ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ട്രംപും അമേരിക്കയും മുച്ചൂടും മുടിയും എന്നതിൽ യാതൊരു തർക്കവും വേണ്ട. ഈ ഭയം തന്നെയാണ് ട്രംപിനെ കൊണ്ട് കിം ജോങ് ഉന്നിനെതിരെയോ നോർത്ത് കൊറിയക്കെതിരെയോ ഒരക്ഷരം പോലും മിണ്ടുവാൻ അനുവദിക്കാത്തതും. അപ്പോ ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മുന്നറിയിപ്പ് പോലെ താക്കീത് പോലെ കിം ജോങ് ഉന്ന ഇതുപോലെ അമേരിക്കയ്ക്കും ട്രംപിനോട് പറഞ്ഞിരിക്കുന്നത് വെനിസ്വേലയുടെ പ്രസിഡന്റായ നിക്കോളാസ് മഡുറോയെ വിട്ടയച്ചില്ല എങ്കിൽ, അദ്ദേഹത്തെ മോചിപ്പിച്ചിട്ടില്ല എങ്കിൽ കൃത്യമായും നിങ്ങൾക്കെതിരെ ഞങ്ങളുടെ ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് പറയാതെ പറഞ്ഞു വച്ചിരിക്കുകയാണ് കിം ജോങ് ഉൻ. അതുമാത്രമല്ല, ആക്രമണം ഒരുപക്ഷെ ചെന്ന് നിൽക്കുന്നത് മറ്റൊരു ലോക മഹായുദ്ധത്തിലേക്ക് ആയിരിക്കും എന്നും തറപ്പിച്ചു പറയുന്നുണ്ട് ഇതേ നോർത്ത് കൊറിയയുടെ പ്രസിഡന്റ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റുള്ള രാഷ്ട്രങ്ങളെ തന്റെ കാൽക്കൽ കൊണ്ടുവരാൻ വേണ്ടി ട്രംപും അമേരിക്കയും കാട്ടുന്ന ഇത്തരം പൊടിക്കൈകൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി തന്നെയാണ് കിം ജോങ് ഉൻ കൊടുത്തിരിക്കുന്നത്. ഇതിനു മുമ്പ് ഭാരതം ഒരു മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. കൃത്യമായി ഭാരതത്തിന്റെ മേൽ തീരുവ യുദ്ധം പ്രഖ്യാപിച്ച സമയത്ത് ഇത്തരത്തിൽ അമേരിക്കയെയും ട്രംപിനും കൃത്യമായ മറുപടി അത് ഭാരതവും ഭാരതത്തിന്റെ ഭരണകൂടവും കൃത്യമായി തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ, ഭാരതമടങ്ങുന്ന മറ്റു രാഷ്ട്രങ്ങളുടെ വളർച്ച, ആ വളർച്ച സത്യത്തിൽ അമേരിക്കയെ ഭയപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ മറ്റുള്ള ലോക രാഷ്ട്രങ്ങളുടെ താക്കോൽ സ്ഥാനം തന്റെ കയ്യിലാണെന്ന് ഒരു അഹങ്കാരം അമേരിക്കയ്ക്കും ട്രംപിനുമുണ്ട്. ഈ അഹങ്കാരം കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ മറ്റുള്ള രാഷ്ട്രങ്ങളിലെ പ്രസിഡന്റുമാരെ വിലങ്ങ് ചെയ്ത് മറ്റു രാഷ്ട്രങ്ങളുടെ മുന്നിൽ കൂടി നടത്തിക്കൊണ്ടുവരുവാനുള്ള ധൈര്യം പോലും ട്രംപിന് കൊടുക്കുന്നത്. പക്ഷേ ഭാരതത്തിന്റെ വളർച്ചയും മറ്റുള്ള ലോകരാഷ്ട്രങ്ങളുടെ വളർച്ചയും ഒക്കെ ട്രംപിനെ ഭയപ്പെടുത്തുന്നത് അവിടെയാണ്. നാളെ ഒരു ദിവസം ഇത്തരം രാഷ്ട്രങ്ങൾ കയറി വന്നു കഴിഞ്ഞാൽ തങ്ങൾക്ക് ഈ താക്കോൽ സ്ഥാനം നഷ്ടമാകുമെന്ന് ട്രംപിന് കൃത്യമായിട്ട് അറിയാം. അപ്പോ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, തങ്ങളെ തിരിച്ചടിക്കും, പ്രതിരോധിക്കും എന്ന് ഉറപ്പുള്ള രാഷ്ട്രങ്ങളോട് ട്രംപ് വലിയ മുട കാണിക്കാറില്ല, അല്ലെങ്കിൽ വലിയ രീതിയിൽ ഞാനാണ് വലിയവൻ എന്നുള്ള രീതിയിലുള്ള ഒരു അഹംഭാവം ട്രംപും അമേരിക്കയും കാണിക്കാറില്ല, പ്രത്യേകിച്ച് ഭാരതത്തോടും ഇപ്പോ നോർത്ത് കൊറിയയോടും. അപ്പോ ഇത്തരം വലിയൊരു മുന്നറിയിപ്പ് അമേരിക്കയ്ക്കും ട്രംപിനും നൽകിയ കിം ജോങ് ഉന്നിനെ എന്തുകൊണ്ട് അമേരിക്ക അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇത് മാത്രമാണ്. ഒന്ന്, നോർത്ത് കൊറിയയുടെ കീഴിലുള്ള ഒരു ഉഗ്രൻ ബാലിസ്റ്റിക് മിസൈൽ, ആ ഐറ്റം തന്നെയാണ് അമേരിക്കയെ ഭയപ്പെടുത്തുന്നത്. അതുപോലെ കിം ജോങ് ഉൻ എന്ന ഒറ്റബുദ്ധിക്കാരനായ ആ ഒരു ഭരണ നേതാവിനെയും അമേരിക്ക ഭയക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഭാരതത്തെ തൊട്ടു നോവിച്ചപ്പോൾ ട്രംപിന് കാര്യം മനസ്സിലായി. ഇപ്പോഴിതാ വെനിസ്വേലയെ തൊട്ടു നോവിച്ചപ്പോൾ അതുപോലെ മറ്റുള്ള ലോകരാഷ്ട്രങ്ങൾ ട്രംപിനെതിരെ തിരിയുന്ന സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ, ട്രംപിനും അമേരിക്കയ്ക്കും ഭയമാണ് മറ്റുള്ള രാഷ്ട്രങ്ങൾ തങ്ങളെ അടിച്ചമർത്തുമോ അല്ലെങ്കിൽ തങ്ങളെ നശിപ്പിക്കുമോ എന്നുള്ള കാര്യത്തിൽ.